വൈബായല്ലേ? കളത്തിലിറങ്ങാൻ നമ്മൾ വൈകി പോയോ ചെയ്തു? നോ നെവർ റോഷു. നമ്മൾ ഓൺ ടൈം ആണ്. പത്രികാ സമർപ്പണമൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, സ്ഥാനാർത്ഥികളായിട്ടല്ലേ ഉള്ളൂ. ശരിയാ, കളത്തിൽ ഇനിയാണ് കളി. അതെ, ഇനിയാണ് പോര്, ദേശപ്പോര്. ഹായ്, ഇത്രയും മനോഹരമായ ഒരു നാട്ടിൽ വന്ന് മനോഹരമായി രാഷ്ട്രീയം പറയുന്ന ഈ നാട്ടിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന മനുഷ്യരോട് വേണ്ട ചൈതന്യം നമ്മൾ ആദ്യം സംസാരിക്കാൻ. തീർച്ചയായിട്ടും ബേസിൽ നിന്ന് തുടങ്ങി കഴിഞ്ഞാൽ അതിന്റെ ബേസിക്സ് എന്താണെന്ന് അങ്ങോട്ട് മനസ്സിലാവും. അങ്ങനെ ബേസിൽ നിന്ന് തുടങ്ങണമെങ്കിൽ നമ്മൾ ആരോട് ആദ്യം സംസാരിക്കണം? നമ്മുടെ കുടുംബശ്രീ ചേച്ചിമാരോട് തന്നെയാണ്. അതാണ് എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. ചാഴൂർ പഞ്ചായത്ത് പുള്ളി 4-ാം വാർഡിൽ, അതും നമ്മുടെ ലേഡി സൂപ്പർ സ്റ്റാർ നമ്മുടെ മഞ്ജു ചേച്ചി. മഞ്ജു ചേച്ചിയുടെ വാർഡിലാണ് നമ്മൾ ഇന്ന് വന്ന് നിൽക്കുന്നത്. ഈ കുടുംബശ്രീക്ക് ഒരു പുതുമയുണ്ട്. അതെ, ആ ഒരു പുതുമ എന്താണ്? ഞങ്ങളുടെ കുടുംബശ്രീയുടെ പേര് പുതുമ കുടുംബശ്രീ എന്നാണ്. പുതുമയാണ്. അത് മാത്രല്ല ഒരു പുതുമ, ഇവിടെ ഒരു ത്രിമൂർത്തികളുണ്ട്. ഈ ഒരു ഒറ്റ വാർഡിൽ മത്സരിക്കുന്ന 3 പേരുള്ള ഒരു കുടുംബശ്രീയാണിത്. ഞാൻ സന്ധ്യ വിജീഷ് BJP സ്ഥാനാർത്ഥി മത്സരിക്കാൻ പോകുന്നു. എൻ്റെ പേര് ഷില്ലി ജിസ്മോൻ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ്, നിലവിൽ മെമ്പർ കൂടിയാണ്. ഇവിടെ ഒരു സന്ധ്യ ചേച്ചി ഉണ്ട്, സന്ധ്യ പ്രദീപ് അല്ലേ? UDF ആണ് സ്ഥാനാർത്ഥിയാണ്. ആദ്യമായിട്ടാണോ സ്ഥാനാർത്ഥിത്വം? അതിനൊരു പുതുമയുണ്ട്. റോഡാണ് മെയിൻ ആയിട്ട് ഞങ്ങൾക്ക് വേണ്ടത്. ശരിക്കും പറയാന്ന് വെച്ചാൽ റോഡ് ഭയങ്കര ശോചനീയമായ അവസ്ഥയാണ്. മെമ്പർക്കുള്ള ഒരു വെല്ലുവിളിയാണല്ലോ. ഒരിക്കലും അല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റോഡുകളാണ് നമ്മുടെ കയ്യിലുള്ളത്. രാഷ്ട്രീയമൊക്കെ സംസാരിക്കാറുണ്ടോ? ഞങ്ങളിവിടെ എല്ലാതും ചർച്ച ചെയ്യാറുണ്ട്, എല്ലാ കാര്യങ്ങളും. 14 പേരിലാണ് 3 പേര് 3 മുന്നണിക്ക് വേണ്ടി നിൽക്കുന്നത്. എപ്പോഴെങ്കിലൊക്കെ ഈ ഒരു രാഷ്ട്രീയം പറഞ്ഞ അടി കൂടാറുണ്ടോ? കച്ചറയുണ്ടോ? ഇല്ല 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 ഇല്ല, ഇവിടെ രാഷ്ട്രീയങ്ങൾ പറഞ്ഞ തല്ലൂടാറില്ല, അതിന്റെ ആവശ്യമില്ലല്ലോ. കുടുംബത്തിൽ നിന്ന് തന്നെ അച്ഛനും മകനും ഒരുമിച്ച് ഇറങ്ങുന്നു, ചേച്ചി ചേട്ടനും ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരു കുടുംബശ്രീയില്, അതും ഒരു വാർഡ് ഇലക്ഷന് 3 പേര്, അത് 3 മുന്നണികളുടെ ഭാഗമായിട്ട് ആരാ വിജയിച്ചെന്നറിയാൻ ഞങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് വരും അല്ലെ? അന്ന് ആർക്കായിരിക്കും ലഡു വിതരണം, ആരായിരിക്കും നടത്തുക? അടുത്ത ആഴ്ച കുടുംബശ്രീ കൂടണം. അടുത്ത ആഴ്ച പിന്നെയും കൂടുണ്ട്. ഇവിടുന്ന് തന്നെ ആയിരിക്കും വിജയം. ഏത് വിജയിയാണെങ്കിലും അത് കുടുംബശ്രീയുടെ കൂടി വിജയമാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ പുതുമ കുടുംബശ്രീയിലെ പുതുമയുള്ള കുറച്ച് ചേച്ചിമാരുടെ കൂടെ അല്ലെ, 3 ത്രിമൂർത്തികൾ സ്ഥാനാർത്ഥികൾക്കൊപ്പം നമ്മുടെ ഈ പരിപാടി അങ്ങനെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത സ്ഥലത്തേക്ക് പോകാനായിട്ടുള്ള പരിപാടിയാണ്. കൂടുതൽ വൈബിളുള്ള കാഴ്ചകളിലേക്ക് നമ്മൾ എത്തും. അപ്പൊ പുള്ള് 4-ാം വാർഡിൽ നിന്നും നമ്മുടെ ഉഷാറ് ചേച്ചിമാർക്കൊപ്പം